Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതായത് ഒരു 750 ഗ്രാമിന്റെ പൈനാപ്പിൾ ആണ് കേട്ടോ. അപ്പോൾ അത് എടുത്തപ്പോൾ ഒരു 2 കപ്പിന് മേലെ ഇത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫ്ലഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നടുക്കുള്ള കൂഞ്ഞിയൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തേക്കാണ്. അപ്പോൾ അതൊരു പാനിലിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചൈനാഗ്രാസ് ആണ്. അപ്പോൾ ചൈനാഗ്രാസ് ഞാനിവിടെ ഒരു 10 ഗ്രാമിന്റെ പാക്കറ്റ്, ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് നമുക്കത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്കൊരു 7 ഗ്രാമൊക്കെ കേട്ടോ വേണ്ടി വരുള്ളൂ. 7 ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്ന്. ഈ വെള്ളം, ഈ പൈനാപ്പിളിൽ നിന്നുള്ള ഈ വെള്ളമൊക്കെ വന്നത് നല്ലപോലെ ഒന്ന് വറ്റി വരണം. അതുപോലെ അപ്പോഴേക്കും ഈ പഞ്ചസാരയൊക്കെ ഈ പൈനാപ്പിളിലായിട്ട് നല്ലപോലെ പിടിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന പൈനാപ്പിള് കളറ് കുറഞ്ഞ പൈനാപ്പിളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കുറച്ച് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ കളറോ ചേർക്കാം കേട്ടോ. മഞ്ഞപ്പൊടി ഒരുപാട് ചേർക്കരുത്, ഒരു നുള്ളൊക്കെ ചേർക്കാമുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു മഞ്ഞപ്പൊടിയുടെ കുത്തു വരുമല്ലോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബദാം ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബദാമൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 കപ്പ് പാല്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിൽക്ക് മെയ്ഡിന്റെ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ എൻ്റെ മിൽക്ക് മെയ്ഡ് അതിനെ ഉണ്ടാക്കിയെടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ പഞ്ചസാര തന്നെ ഇട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി പാല് തിളച്ച് വന്ന സമയത്തിന് നമുക്ക് ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുന്ന ചൈനാഗ്രാസ് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ ചൈനാഗ്രാസിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പാലിലിട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് ലോ ഫ്ലെയിമിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഈ ചൈനാഗ്രാസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് സമയം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്ത പാത്രമൊക്കെ പെട്ടെന്ന് തന്നെ കഴുകാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു കളർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൈനാപ്പിളിന്റെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്താണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു പാത്രം എടുത്തേച്ചാൽ മതി. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കാം. ഇനി പാല് അരിച്ചൊന്ന് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് ഇവിടെ ഇരുന്നാൽ കൂടെ സെറ്റ് ആവട്ടെ കേട്ടോ. അതിനുശേഷം വേണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ കുറച്ചൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുകളിലായിട്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബാക്കി വെച്ചേർന്നില്ലേ അത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചെറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ ഇനി ഇത് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിലായിട്ട് വെക്കാം. അപ്പോൾ പതിയെ മതിയെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം മതിയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.